ഹലോ ഗൈസ്, നമ്മളിന്നൊരു നെപ്പോക്കെട്ടിൻ്റെ കാര്യമാണ് പറയാൻ വന്നിട്ടുള്ളത്. നെപ്പോക്കെട്ടെന്ന് പറയുന്നത് കറക്റ്റാണോ എന്തോ അങ്ങനെയൊക്കെ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, നമ്മൾ പൊതുവിൽ ഇപ്പോൾ സിനിമാ മേഖലയിൽ എടുത്ത് നോക്കിയാൽ ഒത്തിരി പേരെ ഇങ്ങനെ കാണാം. മക്കൾ മക്കൾ മഹാത്മ്യം, അതായത് സിനിമയിലും രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ട്. ഈ രാഷ്ട്രീയത്തിലുള്ളവരെ തിരിച്ചറിഞ്ഞാൽ അതുങ്ങൾ അവിടെ ഡമ്മി പീസായിട്ട് വെച്ചിരുന്ന ഒരു പ്രത്യേക തരം സംഗതിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പപ്പുമോൻ്റെ കാര്യമോ ഞാൻ പറയണം, പുള്ളിക്കാരൻ ഡമ്മി പീസായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ മകൾ സൂപ്പറാണ്. അത് രാഷ്ട്രീയം, പൊളിറ്റിക്സിനകത്ത് വേണ്ട, നമുക്ക് വിസ്മയിലേക്ക് പോകാം. വിസ്മയ CJPക്ക് അനുകൂലമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു, വൈറലാകുന്നു. തൊള്ളയെ BJPക്കെതിരെ പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ചെവി പൊത്തുക എന്നുള്ളതാണ്. അവർക്കെതിരെ മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെവിയിൽ ഉരുക്കി ഒഴിക്കുന്നതാണൊക്കെ ഒരു ഫീലിക്കാണ്. എൻ്റെ പൊള്ളി തെറിയുടെ ഉച്ചഘട്ടത്തിലാണ്. ശാഖയിൽ ഇതൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നതെന്ന് തോന്നുന്നു. ഒരു രക്ഷയില്ലാത്ത തെറിയാണ്. ആക്ച്വലി ഏറ്റവും കൂടുതൽ ഫേവറായിട്ട് RSSകാർക്ക് ഫേവറായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് മോഹൻലാൽ. മോഹൻലാലിൻ്റെ മകൾക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ നമ്മൾ സാധാരണക്കാരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയാണ്. ഒന്നും പറയാനില്ല. വിസ്മയ എയറിലാണ്. അമ്മാതിരി അതിനെ എടുത്ത് വെച്ച നേരത്ത് കുഴിച്ച് പേടണം. അതിൻ്റെ കൂടെ എല്ലാം മേജർ എണ്ണം വന്നിരുന്നുകൊണ്ട് പറഞ്ഞത് കേട്ടാ, ഞാൻ 2-3 എണ്ണമൊക്കെ എടുത്തു വെച്ച്. പിന്നെ ഓർത്ത് എന്തിന് ഇവനെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവൻ ഇലക്ഷനിൽ നിന്നപ്പോൾ ഇവൻ്റെ വോട്ട് പോലും ഇവന് കിട്ടിയില്ലെന്നാണ്. ഇവൻ്റെ വോട്ട് പോലും അസാധുവാക്കി രേഖപ്പെടുത്തിയെന്നുള്ള ചരിത്ര വിജയം ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് മേജർ രവി. അവൻ്റെയൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആരെടുക്കുന്നത്? കുഞ്ഞു വാവയായിരുന്നപ്പോഴേ കയ്യിലെടുത്ത് വളർത്തിയെന്ന്. അതെന്ത് സുചിത്രയ്ക്ക് സമയമില്ലായിരുന്ന? അതേ മോഹൻലാലിൻ്റെ വീട്ടിൽ വേറെ ആരും ഇല്ലായിരുന്ന? വിസ്മയ കൊച്ചിനെ ഇങ്ങേരെ കയ്യിലോട്ട് കൊടുക്കുക, ഇങ്ങേരെ എടുത്ത് വെച്ച് താളം ചവിട്ടാനായിട്ട് എന്തോ. ഏതായാലും അച്ഛനും മകളും റോക്സ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഐ റിയലി ലൈക്ക് ഇറ്റ്. സാധാരണ ഇപ്പം നമ്മൾ മമ്മൂട്ടിയുടെ മക്കളെ എടുത്തു നോക്കുക, നല്ല രീതിയിൽ നല്ല എന്താ പറയണേ ആക്ടിങ് ലെവലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുൽഖറിന് വിട്ടേ വേറെ ആർക്കും ഉള്ളൂന്ന് പറയും. നന്നായിട്ട് അഭിനയിക്കും, നെപ്പോക്കിട്ട് തന്നെയാണ്. പക്ഷേ മകളുടെ കേസ് വന്നപ്പോൾ മോളെ പഠിപ്പിച്ചു, ഒരു ഡോക്ടറെ കൊണ്ട് കെട്ടിച്ച് പുള്ളിക്കാരനെ അങ്ങ് ഒതുക്കി. മകളെ ഫിലിം ഫീൽഡിലേക്ക് ഇറക്കിയില്ല. ഒരു കലാകാരൻ്റെ മകൾക്ക് കൊടുക്കേണ്ട ഒരു പ്രിവിലേജ് ഉണ്ടല്ലോ, അത് പുള്ളിക്കാരൻ മകൾക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇനി അവിടുന്ന് വേറെ പെണ്ണുങ്ങളാരും പുറത്തോട്ട് വരാൻ ചാൻസ് വളരെ കുറവാണ്. സോ അത് വിടുന്നു. അതേസമയം ഈ ലെവലിൽ ഇപ്പം ലിസിയുടെ മകളൊക്കെ സൂപ്പറാണ്, കാണാനൊക്കെ ഭംഗിയാണ്. ലിസിയുടെ അല്ലേ, പിന്നെ കാണാൻ ഭംഗിയില്ലാണ്ട് ഇരിക്കുമോ? ലിസിയുടെ മകൾ വന്നിട്ടുണ്ട്. അങ്ങനെ സിനിമാ ഫീൽഡിലേക്ക് ഈ പറയുന്ന കിഡ്സുകൾ വരുന്നുണ്ട്. പക്ഷേ ഇതിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് നിസ്സാര കഥയൊന്നുമല്ല. പാഷനായിരിക്കണം. ശരിക്കും പറഞ്ഞാൽ അത് കാണുന്നവർക്ക് മനസ്സിലാകും. കുറേ പേര്, അതായത് ഇൻസ്റ്റയിലൊക്കെ കുറേ പേര് കമൻറ്റ് സെക്ഷനിൽ പുള്ളിക്കാരത്തിയെ പുകഴ്ത്തിയിട്ടുണ്ട്. അതായത് ഫിലിം ഫീൽഡിലുള്ളവർ പുകഴ്ത്തിയിട്ടുണ്ട്. ഈ സെയിം വേവ് ലെങ്ത് ആയിരുന്നു മോഹൻലാലിനും ഉണ്ടായിരുന്നത് എന്നുള്ള ഒരു ടൈം പറയുന്നു. മോഹൻലാലിൻ്റെ ഒരു ലേഡി പതിപ്പാണ് വിസ്മയ എന്ന് പറയുന്നുണ്ട്, കമൻസിൽ കൂടെയാണ്. അല്ലാതെ കുറേ പേര് പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ ആ കൊച്ചിനെ അങ്ങ് കൊല വിളിച്ചിട്ടുണ്ട്. അത് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു മാനറിസം ഉണ്ടല്ലോ, അതൊരു ഫ്രഷായിട്ട് ആളുകളെ ഫേസ് ചെയ്യുന്നതാണ്. നമ്മൾ കുട്ടികളെ പാമ്പേർഡ് കിഡ്സായിട്ട് വളർത്തിയ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ പോകെ സെറ്റാകും. ഇപ്പോഴല്ല, കുറച്ചുകൂടെയൊക്കെ ആകുമ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി ഓക്കെ ആവും, ഡൺ, സൂപ്പറാകും. കാണാൻ നല്ല ചന്തം, കുറച്ചുകൂടെ സ്ട്രെച്ചർ ഒന്ന് സെറ്റാക്കാനുണ്ട്. ബട്ട് സ്റ്റിൽ അഭിനയം ഞാൻ കണ്ടിട്ടില്ല. തുടക്കം എന്ന സിനിമയുടെ പ്രൊമോഷനിലാണ് ഞാൻ ഈ സീനൊക്കെ കാണുന്നത്. തുടക്കം എന്ന സിനിമയിൽ അവർ അഭിനയിച്ചു. അച്ഛനുമുണ്ട്, മകളുമുണ്ട്. അച്ഛൻ്റെ കൂട്ടുകാരനായ ആൻ്റണി പെരുമ്പാവൂർ, അയാളുടെ മകനുമുണ്ട്. നല്ല ബാസുള്ള സ്വരമുള്ള ഒരു ചെറുക്കൻ. ആകെ മൊത്തം നല്ല അട്രാക്റ്റീവാണ്. സിനിമ എന്തരാകുമെന്ന് അറിയത്തില്ല. അതിൻ്റെ പ്രൊമോ കണ്ടിരുന്നു, അതും അത്യാവശ്യം അട്രാക്ഷൻ തോന്നുന്നതാണ്. ഒരു ബോളിവുഡ് അല്ല, ഹോളിവുഡ്, ഏതാ ഒരു വുഡിലുള്ള അതേപോലത്തെ ഒരു സിമിലാരിറ്റിയൊക്കെ തോന്നുന്നു. കുറച്ച് ക്രൈം ത്രില്ലറാണെന്ന് തോന്നുന്നു. ഏതായാലും സൂപ്പർ. അപ്പോൾ കാണണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. അത് CJPക്ക് സപ്പോർട്ട് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല കേട്ടോ. മോഹൻലാലിൻ്റെ മോള് എന്താണ് കാണിച്ചു കൂട്ടിയിരിക്കണമെന്ന് കാണണ്ടായോ? നമ്മളെ നിരാശപ്പെടുത്തിയ കുറേ പേരുണ്ടായിരുന്നു. ഫഹദ് ഫാസിലിൻ്റെ മകൻ കൊള്ളത്തില്ല, ഫാസിലിൻ്റെ മകൻ ഫഹദ് ഫാസിൽ, അത് കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. ആദ്യത്തെ സിനിമ ഭയങ്കര കുഴപ്പമായിരുന്നു, വേറും ബെസ്റ്റായിരുന്നു. എന്തുമായിരുന്നു, ഒരു ചോക്ലേറ്റ് ബേബിയായിട്ട് വന്നിട്ട് കുണുക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ കുണുങ്ങി നിന്ന ചെക്കൻ ഏറ്റവും ടാലൻ്റുള്ള ഒരാളായി മാറിയത് എങ്ങനെയായിരുന്നു? മോൾഡ് ചെയ്ത് കൊണ്ടുവന്നു ഫാസിൽ. എന്താ അത് പേര് തന്നെ, നമ്മളിപ്പോൾ ഫഹദ് ഫാസിൽ എന്നാണ് അച്ഛൻ്റെ പേരിലും ഓർക്കുന്നത്. അമ്മാതിരി ഒരു ചേഞ്ചായിരുന്നു ഫഹദിന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അത് സൂപ്പറായിരുന്നേ. അതേപോലെ തന്നെയാണ് ദുൽഖർ അത്യാവശ്യം നന്നായിട്ട് ആക്ടിങ് ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്കൊന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നതെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. പിന്നെ ഇപ്പോൾ പ്രേം നസീർ ലെജൻഡാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ മകനിക്ക് വലിയ അവസരവും കിട്ടിയിട്ടില്ല. അത് എന്താ പറയുക, കേപ്പബിലിറ്റിയുടെ കുറവാണ്. നമ്മൾ നല്ലൊരു ആർട്ടിസ്റ്റിന് ജനിച്ചു എന്നത് ഒരു കഴിവൊന്നുമല്ല. നമ്മളുടെ ഒരു ക്വാളിറ്റിക്ക് അനുസരിച്ചൊക്കെ ആളുകൾക്ക് അക്സെപ്റ്റൻസ് കിട്ടുക എന്നുള്ളതാണ്. അങ്ങനെ ഒത്തിരി പേരെ നമുക്ക് എടുത്തു വെച്ച് പറയാം. പിന്നെ വിസ്മയം തീർക്കുമെന്ന് കണ്ടറിയണം. എനിവേ,
ഞാൻ ഈ ഒരു സിനിമ ഫീൽഡിൻ്റെ കാര്യം പറയുന്നതിന് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാൻ മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. മോഹൻലാൽ ആണെങ്കിലും സുരേഷ് ഗോപി ആണെങ്കിലും കൃഷ്ണകുമാർ ആണെങ്കിലും, സത്യം പറഞ്ഞാൽ പൊളിറ്റിക്കലി എനിക്ക് അവരാരെയും പൊളിറ്റിക്സ് ഇഷ്ടമില്ലെങ്കിൽ പോലും ഈ 3 പേരുടെയും കുട്ടികളെ എടുത്തു വെച്ചേക്ക് ദ മോസ്റ്റ് ബ്ലെസ്ഡ് കിഡ്സ് എന്ന് പറയാം. എങ്ങനെ പേരൻസ് കൊടുത്തിരിക്കുന്ന ഒരു ഫ്രീഡം ഉണ്ടല്ലോ, സത്യം നമ്മളൊക്കെ സ്വപ്നം കണ്ട ഫ്രീഡമാണ് അവരനുഭവിക്കുന്നത്. ദേ ആർ വെരി മച്ച് ഇൻഡിപെൻഡൻറ്റ്. അവർക്ക് ഡിസൈഡ് ചെയ്യാം, അവരുടെ ലൈഫ് പാർട്ട്ണറെ ഡിസൈഡ് ചെയ്യാം, അവരുടെ കരിയർ ഡിസൈഡ് ചെയ്യാം. ഭയങ്കരമായിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, എല്ലാം കൊണ്ടും സൂപ്പർ കിഡ്സ്, ലക്കി. അതായത് ചില പേരൻസ് ഉണ്ട് മക്കളെ വളർത്തുന്നത് കല്യാണം കഴിപ്പിക്കാനാണ്, അല്ലെങ്കിൽ കരിയർ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ഒരു ഇതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നതേ ഇല്ല. കുഞ്ഞുങ്ങൾക്ക് അവരുടേതായ ഒരു ഇതുണ്ടാവുമല്ലോ, അവരുടെ ഒരു ഏജ്. നമ്മളിപ്പോഴും മിക്ക ആളുകളും ഓർക്കുന്നത് എന്താണ്, പണ്ടത്തെ കണക്ക് ബാഗും തൂക്കി സ്കൂളിൽ പോകണ ദിവസം വന്നാൽ മതി എന്നായിരുന്നു. അന്ന് നമ്മളുടെ ചിന്ത എന്തായിരുന്നു, പില്ല് അമ്മയൊക്കെ പോലെ ചിരിപ്പോലെ വളർന്നൊരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു എന്നായിരുന്നു. അപ്പോൾ ഇത് അക്കരയ്ക്കുമ്പോൾ ഇക്കരെ പച്ച, ഇക്കരയ്ക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ള ടൈമിനേക്കാൾ ഉപരി നമ്മളുടെ നല്ല ഒരു കാലഘട്ടം നമുക്ക് മിസ്സാവുന്നുണ്ട്. നമ്മളത് മിസ്സാക്കിയെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളത് മിസ്സാക്കാതിരിക്കാൻ ലെറ്റ് ദം എൻജോയ്. ചിലപ്പോൾ ഫെയിൽ വരാം, ചിലപ്പോൾ കുറച്ച് ഡിലേ വരാം, പക്ഷേ എന്നൊക്കെ കരുതിയിട്ട് ആ കുട്ടികളുടെ കരിയർ പോയേ നീ അങ്ങനെ തന്നെ നിൽക്കണം, നീ ഇങ്ങനെ തന്നെ നിൽക്കണം, ഇത്രാം വയസ്സിൽ നീ കല്യാണം കഴിക്കണം, ഇത്രാം വയസ്സിൽ നീ ഇത് കടന്നിരിക്കണം എന്നൊക്കെ നിർബന്ധം പിടിക്കാത്ത കിഡ്സാണ് ഈ പറഞ്ഞ 3 പേരുടെ മക്കളെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈ 3 പേരുടെയും ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട്. ജയറാമിൻ്റെ കുട്ടികളെ കണ്ടിട്ടില്ലേ, മറ്റേ കാളിദാസൻ അത്യാവശ്യം അഭിനയശേഷിയൊക്കെ ഉണ്ട്, പക്ഷെ അവനെയും കെട്ടിച്ചൊതുക്കി. അതുപോലെ മകള് അവളെയും കെട്ടിച്ചൊതുക്കി, ചക്കിക്കുച്ചി അതിനെയും കെട്ടിച്ചൊതുക്കി. അങ്ങനെ എല്ലാവർക്കും അതാണ് കൊടുക്കുന്നത്. അതേപോലെ ലിസിയുടെ മകള്, പക്ഷേ ചില ലിമിറ്റേഷൻസ് ആ കുട്ടിക്ക് ഇപ്പോഴും ഉണ്ട്. പിന്നെ ദിലീപിൻ്റെ മകള് അവിടെ നിൽക്കുകയാണ്, അവർ സിനിമയിലൊന്നും വരുന്നതുമില്ല, പഠിപ്പിച്ച് ഒരു ഡോക്ടറാക്കി അതേ അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് വെച്ച് നോക്കിയാൽ എല്ലാവരും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കും. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 30 ഏജസ് ഉണ്ടെന്ന് തോന്നുന്നു വിസ്മയ്ക്ക്. ബട്ട് എനിക്ക് തോന്നുന്നില്ല അതൊരു മെച്യൂർഡ് പേഴ്സണാലിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. മേ ബി അവളുടെ ടോക്കിംഗ് സ്റ്റൈൽ കൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത് കേട്ടോ. ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ കൊണ്ടാണ് ഒരു മെച്യൂരിറ്റി കുറവ് പോലെ തോന്നും. മെച്യൂരിറ്റി ഇന്നെ മീൻസ് എന്തെന്ന് വെച്ചാൽ വാക്കുകളോ ആ പക്വതയല്ല ഞാൻ പറഞ്ഞത്, ഒരു ചൈൽഡിഷ് ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷെ അതിന് സോഷ്യൽ മീഡിയ കൊടുത്തൊരു ഇനാമുണ്ടല്ലോ. എനിക്ക് പിന്നെ 2-3 വീഡിയോ എടുത്ത് വെച്ചാൽ ഒരു വീഡിയോ നമുക്കിവിടെ പ്ലേ ചെയ്യാം. അടിച്ച് ഡഷാൽ കൊടുക്കുന്ന ഒരു സീനുണ്ട്. ആങ്കറിൻ്റെ കുത്തിക്കഴപ്പിന് മോഹൻലാൽ കൊടുക്കുന്ന ഒരു മറുപടി. പെൺകുട്ടികൾ വന്നാൽ കാല് പൊക്കി മേലോട്ട് നോക്കും, അല്ലെങ്കിൽ അത് കണ്ട് ആസ്വദിക്കാം എന്നൊക്കെ പറഞ്ഞു വരുന്ന വാഴത്തോരന്മാർക്ക് നല്ല പെർഫെക്റ്റ് റിപ്ലൈ കൊടുക്കുന്നുണ്ട് മോഹൻലാൽ. നമുക്കന്ന് കാണാം. ആക്ഷൻ മൂവി ആണെന്ന് എനിക്ക് തോന്നുന്നു. കാല് പൊക്കിയിട്ടുള്ള അടിയൊക്കെ കാണാൻ പറ്റുമോ ലാലേട്ടനെ പോലെ തന്നെ? അതിപ്പോ പറയാൻ പറ്റില്ല. ഉണ്ടോ, ആക്ഷൻ ഉണ്ടോ? അത് സിനിമ കണ്ടിട്ട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. ലാലേട്ട എങ്ങനെയാ നമ്മുടെ അത്രയും കാല് പൊക്കുന്നില്ല. വല്ല കാര്യവും ഉണ്ടായിരുന്നു, വല്ല കാര്യവും ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് അവൻ്റെ ഒരു ചോദ്യവും. പിന്നെ അതൊരു ദ്വയാർത്ഥമുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല, അതൊക്കെ നിങ്ങൾ ആലോചിച്ചെടുത്തോളൂ. ഏതായാലും അണ്ണാക്കി അങ്ങേര് കൊടുത്തു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ കുറേ അധികം ഇൻ്റർവ്യൂസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഈ ഒരു മീറ്റപ്പ് ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു പ്രോഗ്രാമിനകത്ത്, അതിൽ ഫുൾ ആൻഡ് ഫുള്ള് പുള്ളിക്കാരത്തി കുറച്ച് എന്താ പറയണ ഒരു ചെറിയ രീതിയിൽ എന്താ പറയണ നെർവസ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റേജ് ഫിയറോ എങ്ങനെയാണെന്ന് തോന്നുന്നത്, എനിക്കതാ മനസ്സിലായത്. പക്ഷെ അതിന് കുട്ടിക്ക് വെട്ടൽ വാദം ഉണ്ടെന്നൊക്കെയാണ് കമൻസിൽ വന്നിട്ടുള്ളത്. അത് ഒരു ബോറായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു, അത് തീരെ മോശപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളായിരുന്നു. ഞാൻ 1-2 കമൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അത് വായിക്കാൻ തന്നെ കൊള്ളത്തില്ല കേട്ടോ. അമ്മ അതിൽ തെറിയാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഈ ഡാഷ് മോള് എന്ത് കോപ്രായമാണ് കാണിക്കുന്നത്, ഇവൾക്ക് മലയാളം അറിയില്ലേ, എന്തോ കുഴപ്പമുള്ള പോലെ, ശ്വാസം മുട്ടലുള്ള കുട്ടിയാണോ, ഇവൾക്ക് സ്റ്റേജ് ഫിയർ ആണോ, കണ്ടിട്ട് അങ്ങനെ ഫീലാവുന്നു, നല്ല ടെൻഷനുണ്ട്. അതാണ് അത് പെണ്ണുങ്ങൾക്ക് മനസ്സിലായിട്ട് നല്ല ടെൻഷനുണ്ട് എന്നുള്ളത് ഒരു കുട്ടി എഴുതിയിട്ടുണ്ട്, ഷീന എഴുതിയതാണ്. അടുത്ത് ജോമേഷ് പി മത്തായി, മത്തായിയുടെ മോനെ എന്ത് വർത്താനം എഴുതി വെച്ചിരിക്കാന്നൊക്കെ, ഇവക്ക് ഓട്ടിസം ഉണ്ടോന്ന്. ഇത് എന്താ പറയുന്നത്, ഇംഗ്ലീഷ് വല്ലതും മനസ്സിലായോ? നെർവസാണ് പുള്ളിക്കാരത്തി, അതിന് തർക്കമൊന്നുമില്ല. ഇതിന് വട്ടാണോ? യാതൊരു ജാടയും ഇല്ലാത്ത വളരെ സിമ്പിളായ കുട്ടി ബേബി, അത് കറക്റ്റാണ് കേട്ടോ. ആ പെൺകുട്ടിക്ക് അവളൊരു നെപ്പോ കിഡാണെന്നോ അവളുടെ ആ ഒരു പൊസിഷൻ്റെ വാല്യൂ ഒന്നും ആ കൊച്ചിന് അറിയത്തില്ല, സത്യമായിട്ടും അറിയത്തില്ല. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. വളരെ ഓപ്പണായിട്ട് പറയുന്നുണ്ട്. 18 ടേക്ക് എടുക്കുന്നുണ്ട് ഒരു സീനെന്ന്.
അതിപ്പം ആ പുള്ളിയുടെ സൂപ്പർ സ്റ്റാറുടെ മകളായതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് കിട്ടുന്നത്. ഒരു ന്യൂ കമറിന് അങ്ങനെയൊന്നും കിട്ടത്തില്ല. ഒരു 2 ടേക്ക് എടുത്ത് ശരിയായില്ലെങ്കിൽ വെച്ചിട്ട് പൊടി അടുത്ത ആൾ വാന്ന് പറയുന്ന ഒരു രീതിയാണ് സംവിധായകർക്ക്. പക്ഷേ ഇത് അവരുടെ തന്നെ മൊത്തം പ്രോജക്റ്റ് അവരുടേതാണ്. അവർ സംവിധാനം, അവർ നിർമ്മാണം, അവർ തന്നെയാണ് എല്ലാം. അവർ തന്നെ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ബെനിഫിറ്റ് ഈ കുട്ടി അനുഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബോൾഡ് ആകാൻ വളരെ ചാൻസ് കുറവാണ്. ഇതിന് വെട്ടുവാദമാണോ? എന്നെ ഏറ്റവും കൂടുതൽ ഹഠാത് ആഗ്രഹിച്ച ഒരു ചോദ്യമാണ് പ്രിയൻ ചോദിച്ചത്. വെട്ടുവാദമാണോ? അത് കുട്ടി ഇങ്ങനെ വെട്ടി പറയുന്നതിനാണ് അങ്ങനെ കളിയാക്കുന്നത്. ഇറ്റ് ഈസ് വെരി മച്ച് ബാഡ് എന്നേ എനിക്ക് പറയാനുള്ളൂ. ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അതിൻ്റെ കുറച്ച് ഭാഗം കേൾക്കാം. സോങ് കൊണ്ടേഷാണ് ആദ്യം ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷെ അച്ഛനായിട്ട് ആദ്യം ഷൂട്ട് ചെയ്തപ്പോൾ ഒരു എക്സ്പീരിയൻസ് പറയാമോ? കൊറേ ടേക്സ് പോയി ബിക്കോസ് എനിക്ക് അച്ഛന് അച്ഛൻ ആദ്യമായിട്ടല്ല അത്രയും ടേക്സ് പോകുന്നല്ലേ? ബിക്കോസ് ഞാൻ ആദ്യം എനിക്ക് ലൈക്ക് എക്സൈറ്റ്മെന്റ് ആയിരുന്നു അച്ഛൻ്റെ കൂടെ ആക്ട് ചെയ്യാൻ പോകണ്ടെന്ന്. പക്ഷെ അവിടെ എത്തിയപ്പോൾ എല്ലാവരും ഓ മൈ ഗോഡ് മയ ഇപ്പൊ അച്ഛൻ്റെ കൂടെ ആക്ട് ചെയ്യാൻ പോകണ്ടെന്ന് ബിൽഡപ്പ് തന്നു. സോ അവിടെ എത്തിയപ്പോൾ ലൈക്ക് കുറേ ടേക്സ് പോയി. എനിക്ക് കുറേ മിസ്റ്റേക്സ് വന്നു. Then I was okay. But in the beginning, കുറെ ടേക്സ് പോയപ്പോ അച്ഛൻ എന്തെങ്കിലും എന്താ പറഞ്ഞായിരുന്നു? കാം ഡൗൺ ചെയ്യാൻ. calm down, silent, chill, it's okay. ആൾക്ക് പറയുന്ന പോലെ പറഞ്ഞുള്ളൂ, അല്ല പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. പക്ഷെ നിങ്ങളുടെ ഒരു കഥയൊക്കെ നമുക്ക് രസമുണ്ടല്ലോ. ഇപ്പൊ ലാലേട്ടൻ എത്രയോ പുതിയ ആക്ടേഴ്സിനെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഇങ്ങനെ ടെൻഷൻ ആയിട്ടുണ്ടാവും, അവരെ ലാലേട്ടൻ കൂളാക്കി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് മോൾ കൂടിയാണല്ലോ. അപ്പൊ അതിന്റെ ഒരു സ്പെഷ്യൽ നമ്മുടെ സിനിമ ഒരു വരുമ്പോ അങ്ങനെ മകളെന്നൊന്നും ഉള്ള ഇതല്ലല്ലോ, ക്യാരക്ടറായിട്ട് മാറുമല്ലോ. അപ്പൊ ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന പോലെ ബിഹേവ് ചെയ്യാൻ ഞാൻ അവരോട് പറഞ്ഞു. കാര്യം അങ്ങനെ ആകുമ്പോഴാണല്ലോ നമുക്ക് അതിലോട്ട് ഇൻവോൾവ് ആകാൻ പറ്റുള്ളൂ. പിന്നെ അതിലുപരി അതിന്റെ ക്യാമറയുടെ പുറകിൽ ഒരാൾ ഇരിപ്പുണ്ടല്ലോ, അദ്ദേഹത്തിനും കൂടെ ഇഷ്ടമാകുന്ന വിധത്തിൽ വേണമല്ലോ. ഇറ്റ്സ് ഈസ് മോർ ദാൻ മീ. എനിക്കതിൽ ഇടപെടാൻ പറ്റില്ല. ഞാനും അപ്പോഴും ആക്ടറാണ്. അപ്പം അത് ജൂഡിന്റെ ഭാഗമാണ്. അപ്പൊ ജൂഡ് അതിനെ ബ്രില്യൻ്റ് ആയിട്ട് അത് ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ്. എല്ലാവരും ഭയങ്കര പേഷ്യൻസോടുകൂടി ക്ഷമ. ആ കുട്ടിക്ക് മലയാളം അറിയില്ല കേട്ടോ, അതാണ് പ്രശ്നം. ഒന്നാമത്തെ പ്രശ്നം അത്. 2, അവളുടെ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട് അവളെ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛൻ കൂടെയുണ്ട്. അതിനകത്ത് മോഹൻലാൽ പറഞ്ഞൊരു വേർഡ് നിങ്ങൾ കേട്ടായിരുന്നു, അവർ എന്ന്. എന്താ റെസ്പെക്റ്റ് അല്ലേ? ബ്ലസ്ഡ് ആണ് കേട്ടോ ഈ കുട്ടികൾ, സത്യമായിട്ടും. നമുക്കൊന്നും അങ്ങനെ നമ്മളെയൊക്കെ എനിക്കറിയില്ല, എൻ്റെ പേരൻ്റൊന്നും തന്നെ അങ്ങനെ അത്രയും റെസ്പെക്റ്റോടെ ഒന്നും സംസാരിക്കാറില്ല. ഇത് അവരോട് ഞാൻ പറഞ്ഞു എന്ന്. സത്യത്തിൽ ആ കുട്ടികൾ അനുഭവിക്കുന്ന ഫ്രീഡത്തിൻ്റെ ഒരു റീസൺ മോഹൻലാലിൻ്റെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. ബ്ലസ്ഡ് ആണ് കുട്ടികൾ, സത്യം. ലെജൻഡിൻ്റെ മക്കളായി ജനിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ബ്ലെസ്സിങ് ആണ്. അതിൻ്റെ ഒപ്പം ഈ ഒരു സംഗതി അതിനേക്കാൾ ഉപരി. ഒരു ഇൻ്റർവ്യൂ ഇവിടെ. അവർക്ക് എന്ത് ചെയ്യണോ, അല്ലാതെ ഇവരെന്ന് വെച്ചാൽ ചെറുതായിരിക്കുമ്പം അറിയാം ഒരാള് ഡോക്ടർ ആവണമെന്നൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ 2 പേർക്ക് ആ ഒരു ചായയില്ല. ഒരു തോട്ട് പ്രോസസ് നടക്കുന്നു, ഒരു അഭിപ്രായം പറയുമ്പോഴും അഭിനയിക്കുമ്പോൾ ഇവരെന്താ മോഹൻലാലിന്റെ മകളാണ്, അങ്ങനെ ഒരു ഫീൽ എപ്പോഴെങ്കിലും വരാറില്ല? ഞാൻ എന്തെങ്കിലും പറഞ്ഞാലോ എഴുതിയാലോ ചെയ്താലോ ഒരു ആൾക്കാർ മുഴുവൻ ഒരു റഡാറിലാണെന്ന് അങ്ങനെ തോന്നാറുണ്ടോ? ഞാനൊരു ഇൻഡിവിജ്വൽ. സോ യെസ്, അച്ഛൻ എൻ്റെ അച്ഛനാണ്. ഇതെങ്ങനെയാണ് വരുന്നത്? നമുക്ക് ഒരു കാര്യം എന്ത് പറഞ്ഞാലും കുഴപ്പമായിട്ട് വരുന്ന ഒരു സമയമുണ്ട്. അപ്പൊ ഞാനൊക്കെ അതിൽ കൂടെ അനുഭവം അറിയാം. അതൊക്കെ ആ ഒരു സമയമാണ്. അതൊരു നിങ്ങളുടെ പോപ്പുലാരിറ്റി കൂടി കാര്യങ്ങളൊക്കെ ഫോക്കസിലേക്ക് മാറുമ്പോഴാണ് കുഴപ്പമുണ്ടാകുന്നത്. എല്ലാവരുടെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്തും അതേപോലെ ആളുകൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടൊക്കെ പറയാം. നമ്മൾ വി നോട്ട് മൈൻഡ്. No, because at the end of the day, എനിക്ക് I mean, I can't control you. I can't control them or anybody. I can only control myself and what എനിക്ക് വേറെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതിനെ പറ്റി എന്തിനാ ഞാൻ ഇരുന്ന് അയ്യോ ആൾക്കാരിങ്ങനെ പറയുന്നുണ്ട്, അത് why would എനിക്ക് അങ്ങനെ എമോഷൻസ് I don't want to waste my energy. ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ആ ഒരു ആറ്റിറ്റ്യൂഡ്, അതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട വിസ്മയിൽ. ആൻഡ് ഇത് ബേസിക്കലി എൻ്റെ കിഡ്സ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. അവർക്ക് മലയാളം അത്ര പെട്ടെന്ന് വരത്തില്ല, സംസാര ഭാഷ പെട്ടെന്ന് വരത്തില്ല, അവർക്ക് ഇംഗ്ലീഷേ വരുള്ളൂ. അപ്പം ഒന്നുകിൽ മലയാളം തന്നെ സംസാരിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് തന്നെ സംസാരിക്കുക. ഇംഗ്ലീഷ് ആകുമ്പോഴത്തേക്ക് അവർക്ക് ഫ്ലുവൻ്റ് ആയിട്ട് വരുമെങ്കിൽ എഡം അത് അവർ പറഞ്ഞോട്ടേന്ന് വയ്ക്കുക.
ബാക്കി ഉള്ളവരെ പോലെ അല്ലല്ലേ, കുട്ടികൾ കുറച്ച് അബ്രോഡിലൊക്കെ പഠിച്ച് അങ്ങനത്തെയൊക്കെ കുറച്ച് സിസ്റ്റം ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ട് അത് ആളുകൾ അഡ്ജസ്റ്റ് ചെയ്യില്ല, ഡൈജസ്റ്റ് ചെയ്യൂ എന്നുള്ളതാണ്. പക്ഷേ ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല. പിന്നെ മാക്സിമം മലയാളം പറയാനാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ അതിനകത്തൊരു ഇതില്ലാതെ, എന്താ, തയക്കമില്ലാതെ പറയാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എന്തായാലും മോഹൻലാൽ കട്ടയ്ക്ക് മകളുടെ കൂടെ നിൽക്കുന്നുണ്ടെന്ന്, അച്ഛൻകുട്ടിയാണെന്നുള്ള കാര്യം നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും. ഏതായാലും നന്നായിരിക്കട്ടെ, സിനിമ സക്സസ് ആകട്ടെ. ആൻഡ് ആറ്റിറ്റ്യൂഡ് വൈസ് അവൾക്ക് അവളുടെ അഭിപ്രായമുണ്ട്. അതിനകത്ത് മോഹൻലാലിന് യാതൊരു കയ്യും പങ്കുമില്ല എന്നുള്ളതാണ്. വൈറലാവുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ടോയെന്ന് ഇടയ്ക്കൊരു തോന്നുമെങ്കിലും ബട്ട് അതിനേക്കാൾ ഉപരി നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്തു അച്ഛനും മോളും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കൂടെ ഇരുന്ന് ഒത്തിരി പാമ്പർ ചെയ്യാതെ ഇച്ചിരി മാറി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ മകൾ കുറച്ചുകൂടെ ബോൾഡ് ആകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ബോൾഡ്നെസ് കുറഞ്ഞ് എന്നല്ല പറയുന്നത്, ബട്ട് ഇത്രയധികം നമ്മൾ പാമ്പർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിലേക്ക് അതിന് വല്ല പ്രശ്നം ഉണ്ടാകും. ഫേസ് ചെയ്യാൻ പഠിപ്പിക്കുക നമ്മൾ കുട്ടികളെ. അത് പ്രണവിൻ്റെ കാര്യത്തിൽ മോഹൻലാൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ വിസ്മയുടെ കാര്യത്തിൽ മോഹൻലാലിന് ചെറിയ രീതിയിൽ ഒരു ഓവർ കെയറിങ് ഉണ്ടെന്നാണ്. ഈ ഓവർ കെയർ നല്ലതല്ല കേട്ടോ, നമ്മളെല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. ഇത് പറയാനുള്ള അധികാരവും അർഹതയും എനിക്കില്ല, ബിക്കോസ് ഞാൻ ഭയങ്കര ഓവർ കെയറിൻ്റെ ആളാണ്. അത് കാരണം തന്നെ പിള്ളേരെന്നെ എടുത്ത് ആകാശത്തിരുത്താറുമുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പക്ഷേ നമ്മളത് ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പറയാനുള്ള അവകാശമില്ല, ബിക്കോസ് ഞാൻ ഭയങ്കര കെയറാണ്, ഓവർ കെയറാണ്. അത് ചെയ്യരുത്. കുട്ടികളത് ബോൾഡായി വരാനുള്ള ഒരു സമയം നഷ്ടപ്പെടുത്തുന്ന ഒരു ലെവലാണ്. ഇത്രയും താമസിക്കില്ലായിരുന്നു വിസ്മയ. ഒരു പക്ഷേ കുറച്ചുകൂടെ മുമ്പേ തന്നെ ഫിലിം ഫീൽഡിലേക്ക് അവർ വന്നിട്ടുണ്ടാകുമായിരുന്നു. ഏതായാലും നമുക്ക് ഒത്തിരി നല്ല കഥാപാത്രങ്ങൾ തന്നൊരു വ്യക്തിയാണ് മോഹൻലാൽ. അപ്പോൾ അതുപോലെ തന്നെ മകളുടെയും അത്തരത്തിലുള്ള അത് കാണാൻ സാധിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷകളാണ്. സുരേഷ് ഗോപി മക്കളെ വിട്ടിട്ടില്ല. അതിൽ സുരേഷ് ഗോപിയുടെ ഇളയ മകൾ സൂപ്പറാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഫിലിമിലേക്ക് അവർ വരുമെന്ന്. ആൺകുട്ടികളെ മാത്രം ഇടുന്നൊരു ടൈമാണുള്ളത്. അതിൽ നിന്നും അവർക്ക് നിന്നും വ്യത്യസ്തരായിട്ടാണ് കൃഷ്ണകുമാറും ഇദ്ദേഹവും നിൽക്കുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടിയിട്ടൊന്നുമല്ല, പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ളത് വ്യക്തമാണ്. മോഹൻലാലിൻ്റെ അവസ്ഥ അറിയാമല്ലോ, ഒരിക്കലും അല്ല. പക്ഷെ അതൊരു ചെറിയ കാര്യമല്ല എന്നുള്ളതാണ്. വിമൺ എംപവർമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ലൈഫിൽ കൂടെ കാണിക്കുക എന്നുള്ളതാണ്. സൂപ്പർ, മൊത്തത്തിൽ സൂപ്പർ. എനിക്ക് ആ മോഹൻലാലിൻ്റെ അടുത്തുണ്ടായിരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തീരെ അങ്ങ് മാറി എന്നുള്ളതാണ്. ഈ ഒരു മകളുടെ വിഷയത്തിൽ അദ്ദേഹം കാണിക്കുന്ന കരുതലും അവളെ മുന്നോട്ട് കൊണ്ടുവരാൻ അദ്ദേഹം എടുക്കുന്ന എഫർട്ടും കാണുമ്പോഴാണ്. ബ്ലസ്ഡാണ് ആ കുട്ടി. അസൂയുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.